നമസ്കാരം. പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിലാഴ്ത്തി 24 ദിവസമായി തുടരുന്ന ഇറാൻ അമേരിക്കൻ സഖ്യ സംഘർഷത്തിൽ താൽക്കാലികമായ ആശ്വാസം എത്തുകയാണ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ 5 ദിവസത്തെ സമയം കൂടി അനുവദിച്ചതായാണ് ഈ കാലയളവിൽ ഇറാന്റെ ഊർജ നിലയങ്ങൾ ആക്രമിക്കില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാനുമായി നടത്തിയ 2 ദിവസത്തെ ചർച്ചകളുടെ പുരോഗതിയുണ്ട് എന്നും പ്രധാന വിഷയങ്ങളിൽ ധാരണ എത്തിയെന്നും വ്യക്തമാക്കിയാണ് ട്രംപ് രംഗത്തെത്തിയത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഇറാന് 5 ദിവസത്തെ സമയം കൂടി അനുവദിച്ചു എന്നാണ്. അതായത് ഈ കാലയളവിൽ ഇറാന്റെ ഊർജ നിലയങ്ങൾ ആക്രമിക്കില്ല എന്നാണ് ട്രംപിന്റെ നിലപാട്. ഇതു സംബന്ധിച്ച ഉത്തരവ് യുദ്ധവകുപ്പിന് നൽകിയിട്ടുണ്ട് എന്നും ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. അമേരിക്കയും ഇറാനും പ്രധാന വിഷയങ്ങൾ ധാരണയിലെത്തിയെന്നും മരുമകൻ ജാരദ് കഷ്കൻ തന്റെ ഉപദേഷ്ടാവ് സ്റ്റീവ് വിറ്റ്കോഫും ചർച്ചയുടെ ഭാഗമായി എന്നും മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന ട്രംപിന്റെ അന്ത്യശാസനം തിങ്കളാഴ്ച അർദ്ധരാത്രി അവസാനിക്കാനിരിക്കെയായിരുന്നു ഈ പുതിയ നീക്കം നടന്നത്. ആക്രമണമുണ്ടായാൽ ഹോർമൂസ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുമെന്നും പശ്ചിമേഷ്യയിലെ പ്രധാന ഊർജ ഉൽപാദന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുമെന്നും ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സംഘർഷം ആഗോള ഇന്ധന പ്രതിസന്ധിക്ക് കാരണമായ പശ്ചാത്തലത്തിലാണ് സമാധാന ശ്രമങ്ങൾ ഊർജിതമാക്കിയിരുന്നത്. അതേസമയം ട്രംപിന്റെ അവകാശവാദങ്ങളെ ഇറാൻ ദേശീയ മാധ്യമങ്ങൾ തള്ളിക്കളഞ്ഞു. ഇറാന്റെ ശക്തമായ താക്കീതിനെ തുടർന്നാണ് US പ്രസിഡന്റ് പിന്തിരിയേണ്ടി വന്നു എന്ന് ഇറാൻ ദേശീയ മാധ്യമം വ്യക്തമാക്കുന്നുണ്ട്. ട്രംപുമായി ഇറാന്റെ ഭാഗത്തു നിന്നും ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇറാനിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് തുറന്നില്ല എങ്കിൽ ഇറാന്റെ ഊർജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന ട്രംപിന്റെ അന്ത്യശാസനത്തിന്റെ സമയപരിധി തിങ്കളാഴ്ച അർദ്ധരാത്രി അവസാനിക്കുന്നു. അന്ന് തങ്ങളുടെ ഊർജ നിലയങ്ങൾ ആക്രമിച്ചാൽ ഹോർമൂസ് അനിശ്ചിതകാലത്തേക്ക് പൂർണ്ണമായും അടച്ചിടുമെന്നായിരുന്നു ഇറാന്റെ തിരിച്ചുള്ള മുന്നറിയിപ്പ്. ഏതായാലും ആക്രമിക്കാൻ സാധ്യതയുള്ള പശ്ചിമേഷ്യയിലെ ഊർജ ഉൽപാദന കേന്ദ്രങ്ങളുടെയും കടൽ വെള്ള ശുദ്ധീകരണ ശാലകളുടെയും പേരുകൾ ഇറാന്റെ ഫാർ വാർത്താ ഏജൻസി തിങ്കളാഴ്ച രാവിലെ പുറത്തുവിട്ടിരുന്നു. യുദ്ധവകുപ്പിന് ആക്രമണം തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ട്രംപ് നൽകി എങ്കിലും പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ഇപ്പോഴും അതീവ ജാഗ്രതയോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. ഇറാന്റെ ഊർജ നിലയങ്ങൾക്കെതിരായ സൈനിക നടപടികൾ 5 ദിവസത്തേക്ക് നിർത്തിവെച്ചതായും ഉന്നത ഇറാൻ നേതൃത്വവുമായി ആശയവിനിമയം നടക്കുന്നുണ്ട് എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. സംഘർഷത്തെ തുടർന്ന് കുതിച്ചുയരുന്ന എണ്ണവില നിയന്ത്രിക്കുവാനും കൂടുതൽ സൈനിക നീക്കങ്ങൾക്കായി തയ്യാറെടുക്കാനുമാണ് അമേരിക്ക ഈ സമാധാന നാടകം കളിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. തങ്ങളല്ല യുദ്ധം തുടങ്ങിയതെന്നും അതിനാൽ സമാധാനത്തിനുള്ള ഏത് അഭ്യർത്ഥനയും അമേരിക്കയ്ക്കാണ് പോകേണ്ടതെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അമേരിക്കയുമായി നേരിട്ടോ അല്ലാതെയോ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. ഊർജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന ഭീഷണിയിൽ നിന്നും ട്രംപ് പിന്മാറിയത് ഇറാന്റെ ശക്തമായ തിരിച്ചടി ഭയന്നാണെന്നും അവർ അവകാശപ്പെടുന്നു. പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുമായല്ല ചർച്ചയെന്നും എന്നാൽ ഇറാന്റെ നേതൃനിരയിൽ അവശേഷിക്കുന്ന ബഹുമാന്യനായ ഒരു വ്യക്തിയുമായി ഫലപ്രദമായ സംഭാഷണം നടന്നു എന്നാണ് ട്രംപിന്റെ വാദം. 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ല എങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുൻ നിലപാടുകളിൽ നിന്നുള്ള അയവാണ് ട്രംപിന്റെ ഈ പുതിയ പ്രസ്താവനകൾ നിഴലിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഇറാന്റെ പരമോന്നത നേതാവിനെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് വധിച്ചതോടെയാണ് പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം ഉടലെടുത്തത്. ഇതിന് പ്രതികാരമായി ഇസ്രയേൽ അമേരിക്ക സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ ആഗോള ഊർജ വിപണിയെ സാമ്പത്തിക സ്ഥിരതയും സാരമായി ബാധിച്ചു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മേഖലയിലെ ഇതര രാജ്യങ്ങൾക്ക് സമാധാന ശ്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ വരുന്നുവെങ്കിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇറാൻ ഇപ്പോഴും തുടരുന്നത്.